ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്തിനെ കുറിച്ചാണെന്ന് അറിയാവോ? അതെ, സെക്കൻഡ് വാർഡിനെ കുറിച്ച്. എൻ്റെ റൂമിൻ്റെ സെക്കൻഡ് വാർഡിൻ്റെ വീഡിയോനെ കുറിച്ചാണ് ഞാൻ ചെയ്യാൻ വന്നേക്കുന്നത്. ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ എൻ്റെ 2 ഡ്രോവറിൽ കുറച്ച് കളക്ഷൻസും കാര്യങ്ങളൊക്കെ കാണിച്ചിരുന്നു. എൻ്റെ പാവകളും അല്ലാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചിരുന്നു അതിനകത്തിൻ്റെ കളക്ഷൻസ് ആയിട്ടുള്ളത്. അപ്പം ഇന്നത്തെ വീഡിയോ ഡ്രോവറുണ്ടോ അതിലെ കുറച്ച് കളക്ഷൻസ് അത് ഞാൻ പറഞ്ഞായിരുന്നു. അതിനകത്ത് നൊസ്റ്റാൾജിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ഒരുപാടല്ല കുറച്ച് കാര്യങ്ങൾ. അപ്പം അതിനെക്കുറിച്ചും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് സെക്കൻഡ് പാർട്ട് ചെയ്യുന്നത്. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് ഒരുപാട് കമൻസും ഒരുപാട് ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്യാൻ നല്ല നല്ല കുറേ കമൻസും, എൻ്റെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ ഫാമിലി ആയിക്കോട്ടെ, ഞാൻ ഇത്രയും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഞാൻ ഒട്ടും വിചാരിച്ചില്ല. ഒരുപാട് പേര് എനിക്ക് നല്ല നല്ല കമൻസ് പറഞ്ഞു. അതുപോലെ തന്നെ എല്ലാവരും പറഞ്ഞു സെക്കൻഡ് വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാവുന്നത്. കേട്ടപ്പോൾ തന്നെ ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു. ഇത്രയും സപ്പോർട്ട് കിട്ടുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. അവർക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ എനിക്കത് പറയണമെന്ന് തോന്നി. അപ്പം കഴിഞ്ഞ വീഡിയോ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. നമുക്കിനി സെക്കൻഡ് പാർട്ടിലോട്ട് പോയാലോ? എല്ലാവരും എൻ്റെ വീഡിയോ എൻ്റെ വരെ കാണണം, ഫുള്ള് കാണണം. അപ്പോൾ എല്ലാവരുടെയും അഭിപ്രായങ്ങളെല്ലാം കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് സെക്കൻഡ് വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് തന്നെ എൻ്റെ ഡ്രോവറിൻ്റെ കുറച്ച് സ്റ്റിക്കേഴ്സിനെ കുറിച്ചുള്ള കാര്യം പറയാം. ഇതൊരു 5-6 വർഷം മുമ്പ് ഒട്ടിച്ചേട്ടാ. ആ സമയത്തൊക്കെ സ്മൈലിയൊക്കെ ഒരുപാട് ട്രെൻഡിങ് ആയിട്ടുള്ള സമയമായിരുന്നു. അതുകൊണ്ട് കുറേ സ്റ്റിക്കേഴ്സ് വാങ്ങിച്ച് ഇത് ഫുള്ള് ഞാൻ അലമാരിയിൽ ഒട്ടിച്ച് വെച്ചാൽ. ആ സമയത്ത് വാങ്ങിച്ച കുറച്ച് ചിത്രശലഭമൊക്കെ അതൊക്കെയാണ് ഒട്ടിച്ച് വെച്ച്. ഇപ്പോൾ പൊളിച്ച് കളഞ്ഞ അതൊക്കെ വൃത്തികേടായിപ്പോൾ. പിന്നെ പണ്ട് കുഞ്ഞായിരുന്നപ്പോൾ ചെയ്തില്ല, അത് അവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് വെച്ചിട്ടാണ് അത് അവിടെ തന്നെ വെച്ചേക്കുന്നത്. ഇന്നത്തെ വീഡിയോ ഈ ഒരു ഡ്രോവറിൻ്റെ അകത്തുള്ള കുറച്ച് കളക്ഷൻസും കാര്യങ്ങളുമാണ്. അത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഇപ്പോൾ കാണിക്കാം. അപ്പം ഇതാണ് എൻ്റെ ഡ്രോവർ. ഇതിൽ കുറച്ച് കളക്ഷൻസും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. പക്ഷേ കുറച്ച് വിലപിടിപ്പായിട്ടുള്ള സാധനങ്ങളും ഉണ്ട്, ഗോൾഡ് അല്ല കേട്ടോ. അപ്പം അതിനെക്കുറിച്ചുള്ളത് ഞാനിപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കാം. ഇതാണ് എൻ്റെ കളക്ഷൻസ്. അതിലാണ് എൻ്റെ കിൻഡർ കളക്ഷൻസും കാര്യങ്ങളൊക്കെ. അതിൽ കുറച്ചല്ല, ഒരുപാട് കിൻഡർ ജോയ് കളക്ഷൻസ് ഉണ്ട്, കൊച്ചിലോട്ടുള്ളതുണ്ട്. നമുക്കിപ്പം ഈ ഫസ്റ്റ് തട്ടിൽ നിന്ന് തുടങ്ങാം. ഇതൊക്കെയാണ് താഴത്തോട്ട് ഇറക്കി വെച്ചിട്ട് എന്തൊക്കെയാണ് ഇതിലുള്ളതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെയാണ് ആ ഒരു തട്ടിലുള്ള കുറച്ച് കാര്യങ്ങൾ. ഇതിൻ്റെ അകത്താണ് കുറച്ച് നൊസ്റ്റാളജിക് ആയിട്ടുള്ള കാര്യങ്ങളുള്ള, അത് ഞാൻ കാണിച്ചു തരാം. ഒരുപാടില്ല, ഇച്ചിരി ഉള്ളു കേട്ടോ. അപ്പം ഈ വീഡിയോ കുറച്ച് ലെങ്തി ആവും. ലാസ്റ്റ് വീഡിയോ പോലല്ല, കുറച്ചെടുത്ത് എല്ലാം ഞാൻ ഓപ്പണാക്കി കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് ലെങ്തി ആയിരിക്കും. എല്ലാവരും എൻ്റെ വരെ കാണണം കേട്ടോ. ഇതെൻ്റെ കുറച്ച് കീ ചെയിൻ കളക്ഷൻസാണ്. ഇത് എനിക്ക് അവഞ്ചേഴ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ പേരിൽ ഇതൊക്കെ വാങ്ങിച്ചു വെച്ചതാണ് കേട്ടോ. ഇതൊക്കെ അവഞ്ചേഴ്സിലാണ്, അവഞ്ചേഴ്സ് എഡിഷൻ ആയതുകൊണ്ട് ഞാൻ എടുത്ത് വാങ്ങിച്ചു വെച്ചതാണ്. ഇതൊക്കെ കുറച്ച് പഴയ ടൈപ്പ് പണ്ട് വാങ്ങിച്ച ചീപ്പ്. നെക്സ്റ്റ് ബോക്സ്. ഇതിൽ കുറച്ച് സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെയാണ്. ഇതിലാണ് നെക്സ്റ്റ് കൊണ്ടുവന്നത്, കാണിച്ചു തരാം. ഇതൊക്കെ മോസ്റ്റ്ലി ഞാൻ എറണാകുളത്ത് നിന്ന് വാങ്ങിക്കുന്നത്. ഇതൊക്കെ എത്ര പേര് ഓർക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പണ്ട് ഇപ്പി വാങ്ങിക്കുമ്പം അതിൻ്റെ കൂടെ കിട്ടിക്കൊണ്ടിരുന്ന സാധനമൊക്കെ കേട്ടോ. ഇതൊക്കെ എനിക്ക് കാണുമ്പോൾ ഭയങ്കര നൊസ്റ്റാൾജിയ. എൻ്റെ പഴയ കാലം, എൻ്റെ ചൈൽഡ്ഹുഡിലോട്ടൊക്കെ പോകും. ആ സമയത്ത് ഉള്ള കുറേ മെമ്മറീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്കൊന്ന് ഇതിനേക്കാളും കൂടുതൽ മെമ്മറീസ് കിട്ടാമൊന്നും ഇതിലായിരിക്കും ചിലപ്പം. ഇതായിരുന്നു ഏറ്റവും കൂടുതൽ ആ സമയത്ത് പോപ്പുലർ ആയിരുന്നു, ഈ ജിംബൂമ്പ ടൈപ്പ് സാധനം. ഇതൊക്കെ കോമൺ ആയിരുന്നു. ഇതിനെ കിട്ടാനായിരുന്നു ഏറ്റവും കൂടുതൽ പാട്. കുറേ പഴയതാണ് ഇതൊക്കെ കണ്ടോ. ഭയങ്കര ഡർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ച്. ഇത് ആൽഫൻ ലീബയുടെ കൂടെ കിട്ടിക്കൊണ്ടിരുന്നത്. എത്രയോ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കൂടെ കിട്ടിക്കൊണ്ടിരുന്ന സ്റ്റിക്കേഴ്സാണ്. ഇതൊന്നും ഞാൻ വാങ്ങിച്ചതല്ല, ഇതൊക്കെ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിക്കൊണ്ടിരുന്നത്. ഇവിടെ ഞാൻ അടുത്തൊരു പാല് വാങ്ങിക്കാൻ പോകുന്നൊരു കടയായിരുന്നു. അടുത്ത ഒപ്പം എന്നെ ഭയങ്കര കാര്യമായിരുന്നു. അപ്പോൾ ഇതുപോലെ എക്സ്ട്രാ വരുന്ന ഫ്രീയും കാര്യങ്ങളൊക്കെ എനിക്ക് തരുമായിരുന്നു. അങ്ങനെ കുറേ കിട്ടി വെച്ചാൽ വേറൊരു സ്റ്റിക്കേഴ്സും കാര്യങ്ങളും. ഇത് പണ്ട് സെൻറ്റർ ഫ്രഷിൻ്റെ കൂടെ കിട്ടിക്കൊണ്ടിരുന്നതാണ് ഈ സ്റ്റിക്കേഴ്സൊക്കെ. ഇതൊക്കെ എൻ്റെ ഇപ്പോഴും ഉണ്ട്. ഇത് നോൺ സ്റ്റോപ്പ് എന്ന് പറയുന്ന ഒരു ലേസ് പോലത്തേക്ക് ഒരു ചിപ്സിൻ്റെ ഏതൊരു കമ്പനി ഒരു പാക്കറ്റ് സാധനത്തിൻ്റെ കൂടെ കിട്ടിക്കൊണ്ടിരുന്നത്. ഇതൊക്കെ ഇത്രയും കിട്ടിയേക്കാൾ ആ അപ്പൂപ്പൻ തന്നതാ ഇതെല്ലാം.
ഇതൊക്കെ ആൽഫലീബയുടെ കൂടെ കിട്ടുന്നതാണ്. ഇതെല്ലാം അതിൻ്റെ കൂടെ കിട്ടുന്ന കുറേ സ്റ്റിക്കേഴ്സാണ് ഇതെല്ലാം. കണ്ടോ, ഇതൊക്കെ എനിക്ക് ഭയങ്കര നൊസ്റ്റു. പഴയ കാലത്തോട്ടൊക്കെ പോകുന്നു, അന്ന് ഇതൊക്കെ വാങ്ങിച്ചതും അപ്പൂപ്പൻ തന്നതും ഒരുപാട് മെമ്മറീസും കാര്യങ്ങളൊക്കെ. ഇതൊക്കെ എത്ര പേര് ഓർക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഇതൊക്കെ പണ്ട് കാലത്തെയാണ്, എൻ്റെ സ്കൂൾ മെമ്മറീസിലോട്ടൊക്കെയാണ് എനിക്ക് പോകുന്നത്. ഇത് പണ്ട് ഹാപ്പി ബിസ്ക്കറ്റിന് ഉണ്ടായിരുന്ന സ്റ്റിക്കേഴ്സാണ്. അതിൻ്റെ കൂടെ ഫ്രീ കിട്ടിക്കൊണ്ടിരുന്ന സാധനമാണ്. ഇതൊക്കെ പാർലെ മെലഡി അതിൻ്റെ കൂടെ കിട്ടിക്കൊണ്ടിരുന്ന സ്റ്റിക്കേഴ്സാണ് ഫ്രീ ആയിട്ടൊക്കെ. ഇപ്പം ഇതൊന്നും ഇല്ലല്ലേ. പണ്ട് കാലത്ത് എന്തൊക്കെയായിരുന്നു, ഒരു മിഠായി വാങ്ങിക്കുമ്പോൾ ഫ്രീ കിട്ടുന്നത്. ഇപ്പം ഇതൊന്നുമില്ല. ഇതുമൊക്കെ അതിൻ്റെ കൂടെ തന്നെ ഉള്ള കേട്ടോ. ഇതൊക്കെ ആ സ്റ്റിക്കേഴ്സാണ്. എത്ര പേര് ഓർക്കുന്നുണ്ടെന്നോ ഇതൊക്കെ ഓർമ്മയുണ്ടോയെന്നും എനിക്കറിയില്ല. എനിവേ എൻ്റെ കളക്ഷൻസൊക്കെ കണ്ടിട്ട് എല്ലാവരും ഓർക്കട്ടെ, ചൈൽഡ്ഹുഡും അതുപോലെ മെമ്മറീസും കാര്യങ്ങളും ഒക്കെ ഓർക്കട്ടെ. ഇതൊക്കെ ബൂമറിൻ്റെ കൂടെ കിട്ടിക്കൊണ്ടിരുന്ന സാധനം, പഴയതാ. ഇതൊക്കെ ബൂമറിൻ്റെ കൂടെ കിട്ടിക്കൊണ്ടിരുന്ന സാധനമാണ്. കുറച്ച് ക്രിക്കറ്റ് IPLൻ്റെ കുറച്ച് ട്രേഡിങ് കാർഡ്സൊക്കെയാണ്. ഇതൊക്കെ എനിക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്ക് ഓർമ്മയില്ല. ഇതൊക്കെ അങ്ങനത്തെ കുറച്ച് കാർഡും കാര്യങ്ങളൊക്കെയാണ്. പണ്ട് പാർലെ ലേസിൻ്റെ കൂടെ കിട്ടിക്കൊണ്ടിരുന്നത്. പാർലേജിയുടെ ഒരു ടൈപ്പ് ലേസ് ഉണ്ടായിരുന്നല്ലോ, അതിൻ്റെ എണ്ണത്തിൻ്റെ കൂടെ കിട്ടിക്കൊണ്ടിരുന്നത്. ഇത് വെച്ച് ഞാൻ എൻ്റെ ചേട്ടനായിട്ട് ഒരുപാട് ഇരുന്ന് കളിക്കുമായിരുന്നു, ഞാൻ ഓർക്കുന്നുണ്ട്. ഇതൊക്കെ ഭയങ്കര മെമ്മറീസ്. ഇതൊക്കെ വാങ്ങിക്കാൻ വേണ്ടി നടന്നതും ഇതൊക്കെ കുറേയൊക്കെ അപ്പം തന്നെയാണ്. ഇതൊന്നും ഞാൻ വാങ്ങിച്ച് അല്ലെങ്കിൽ ഇതുപോലെ സാധനങ്ങൾ വാങ്ങിച്ച് കിട്ടിയൊന്നുമില്ല. മോസ്റ്റ് ഓഫ് ദ തിങ്സ് എനിക്ക് ഓരോ ആൾക്കാർ എന്നോടുള്ള ഇഷ്ടം കൊണ്ട് തരുന്നതൊക്കെയത്. ഇതൊക്കെ അതിൻ്റെ കൂടെ കിട്ടിയ ഞാനും എൻ്റെ ചേട്ടനായിട്ടിരുന്ന് കളിച്ചൊക്കെ ഞാൻ മിസ് ചെയ്യുന്നു. ഒക്കെ അങ്ങനത്തെ എന്തോ സ്റ്റിക്കർ എന്തിൻ്റെ കൂടെ കിട്ടിയാന്ന് എനിക്ക് അറിയില്ല, പുറകിലൊന്നും എഴുതിയിട്ടില്ല. അപ്പം ഇതിൻ്റെ എന്തിൻ്റെ കൂടെ ഉള്ളതെന്ന് എനിക്കറിയില്ല, പഴയതാണെന്ന് മാത്രം അറിയാം. ഇത് ബാലരമ്മയുടെ കൂടെ കിട്ടിക്കൊണ്ടിരുന്ന സാധനമൊക്കെയത്. ഇത് പണ്ട് ചോക്കോസിൻ്റെ കൂടെ കിട്ടിക്കൊണ്ടിരുന്നത്. നമുക്കിങ്ങനെ ബിൽഡ് ചെയ്യാം ഓരോരുത്തരെ. ഇതിനകത്ത് കുറേ പേരുടെയൊക്കെ ഉണ്ട്. ഇതിനകത്ത് ഭീം ബാക്കി ആൾക്കാരുടെയൊക്കെ ഉണ്ട്. കണ്ടോ, ആരുടെ ഉണ്ട്. ഇത് ആൽഫലീബയുടെ കൂടെ കിട്ടിക്കൊണ്ടിരുന്നത്. ഇത് ഒരുപാട് പേർക്ക് അറിയില്ല എന്ന് തോന്നുന്നു ഇതിനെക്കുറിച്ച്. ആൽഫലീബ എന്താണ്, ഇതൊന്നും ഇപ്പം ഇറക്കാത്തേ വൈ? ഇതൊക്കെ പണ്ട് അതിൻ്റെ കൂടെ മിഠായി വാങ്ങിക്കുമ്പോൾ എല്ലാം കിട്ടുമായിരുന്നു. ഇതെല്ലാം ഇപ്പം ഒന്നുമില്ല. ഇതിങ്ങനെ 3D പോലത്തെയാ. ഇത് ചോക്കിയുടെ കൂടെ കിട്ടുന്ന കുറച്ച് സ്റ്റിക്കേഴ്സാണ്. ഇത് ഹാപ്പിയുടെ കൂടെ കിട്ടുന്നത്. അത് ഞാൻ കാണിച്ചിരുന്നില്ല, അതിൻ്റെ കൂടെ തന്നെ ഉള്ളതെന്ന് തോന്നുന്നു. ഇതും കുറച്ച് ചോട്ടാ ഭീമിൻ്റെ എങ്ങാണ്ട് എഡിഷനിലുള്ള, എനിക്കറിയില്ല എന്തിനൂടെ കിട്ടിയാന്ന് ഓർമ്മയില്ല. ഇത് കെലോഗ്സ് ചോക്കോസിൻ്റെ കൂടെ അങ്ങോട്ട് കിട്ടിക്കൊണ്ടിരുന്നത് കേട്ടോ. ബൂമർ, ഇത് ബൂമറിൻ്റെ കൂടെ കിട്ടിക്കൊണ്ടിരുന്ന. ഇത് ജംസിൻ്റെ കൂടെ കിട്ടിക്കൊണ്ടിരുന്ന കേട്ടോ. ഇത് കുറച്ച് ആംഗ്രി ബേർഡ്സിൻ്റെ ഒക്കെ. ഇത് എൻ്റെ സ്കൂളിൽ ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് കുറച്ച് പിള്ളേരെല്ലാം ഇതുപോലെ കുറേ സ്റ്റിക്കേഴ്സ് കൊണ്ടുവന്നിട്ട് ഇത് ട്രേഡ് ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും. കുറേ പിള്ളേരൊക്കെ പൈസ കൊടുത്തോ എനിക്കായിരുന്നു. എൻ്റെ ഇരുന്ന ബോയ്സ് വെർഷനൊക്കെ ഞാൻ കൊടുത്തിട്ട് ഗേൾസ് വെർഷനായിട്ടുള്ള ബാർബികളൊക്കെ കുറച്ച് പിള്ളേരിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ അതൊക്കെ ഭയങ്കര നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഏരിയ. പഴയ കാലത്ത് ഒരുപാട് മെമ്മറീസാണ് ഇതൊക്കെ. അന്ന് കളിച്ചതും ഇതുപോലെ ഇങ്ങനെ ട്രേഡ് ചെയ്തതും അന്നത്തെ ഒരുപാട് മെമ്മറീസാണ് ഇതൊക്കെ. ഞാൻ ഒരിക്കലും കളയില്ല. എന്നും എന്നോട് ഇതൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ച് ലൈഫ് ലോങ് എൻ്റെ കൂടെ തന്നെയാണ് ഇതൊക്കെ. പിന്നെ കുറച്ച് അല്ലാത്ത സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനത്തെ. പിന്നെ ഇതുപോലത്തെ ഉണ്ട്. ഇപ്പം ഇത് ഈ ഇടയ്ക്ക് വാങ്ങിച്ചു കേട്ടോ. കുറേ നാൾക്ക് ശേഷമാണ് ഇപ്പോൾ സ്റ്റിക്കർ വാങ്ങിക്കുന്നത്. എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് ഇതും. പിന്നെ ഇതൊക്കെ ഭയങ്കര ക്യൂട്ടായിട്ട് എനിക്ക് തോന്നി, അതുകൊണ്ട് വാങ്ങിച്ച കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ. ഗായ്സ് ചോക്കിയുടെ കിട്ടുന്ന ഭീമ അല്ലാത്ത എല്ലാ ക്യാരക്ടേഴ്സും ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഇതിനെ പൊട്ടിച്ച് കാണിച്ച് വെറുതെ വീഡിയോ ലെങ്ത് ആക്കണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ജസ്റ്റ് മാത്രം കാണിച്ചു പോകുന്നത്. ഇതൊക്കെ എന്തിൻ്റെ കൂടെ കിട്ടിക്കൊണ്ട് എനിക്ക് ഓർമ്മയില്ല എന്തിൻ്റെ കൂടാന്ന്. ഇതും എന്തിൻ്റെ കൂടെ കിട്ടിക്കൊണ്ടിരുന്നത്. അതിലൊരു നിഞ്ച ആണ്. ഇതോ ബാലരമ്മ അതുപോലെ എന്തോത്തിനൂടെ കിട്ടിക്കൊണ്ടിരുന്ന ഒരു മാജിക് കാർഡ്. ഇതിങ്ങനെ ഉരച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഏത് ക്യാരക്ടറാണെന്ന് കാണാൻ പറ്റും. എനിക്ക് തോന്നുന്നത് ഏതോ ഒരു ആംഗ്രി ബേർഡിൻ്റെ ഏതോ ഓർമ്മയാണ്. പിന്നെ ഇത് എത്ര പേര് ഓർമ്മയുണ്ടെന്ന് എനിക്കറിയില്ല. ഇത് പണ്ട് ബിങ്കോയുടെ കൂടെ കിട്ടിക്കൊണ്ടിരുന്നതാണ്. ഇതൊക്കെ ഗെയിം കളിക്കുമായിരുന്നു. ഇതൊക്കെ വെച്ച് നമ്മളിങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ട് ഇതിങ്ങനെ തട്ടി കളിക്കുന്നതൊക്കെ. ഇതൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതുപോലെ ഇതിനെക്കുറിച്ചൊക്കെ ഓർമ്മയുണ്ടെങ്കിൽ ഇതിൽ കമൻസൊക്കെ എഴുതിയിടുക കേട്ടോ. ഇതുമായിട്ട് റിലേറ്റഡ് നിങ്ങൾക്ക് എന്തെങ്കിലും മെമ്മറീസൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. ഇതൊക്കെ സ്കൂളിൽ ഇതൊക്കെ ഒരു ട്രെൻഡായിരുന്നു. കാരണം ഒട്ടിച്ച് വെച്ചുകൊണ്ടിരുന്നത് കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന ഇങ്ങനെ എല്ലാ പേജിലും ഉണ്ട് കേട്ടോ. ഇങ്ങനെ
ആ സമയത്ത് ഇതൊക്കെ ഭയങ്കര ക്ലാസ്സിൽ ഹൈപ്പ് പോലെയായിരുന്നു എനിക്കിതൊക്കെ. അപ്പം അതിന് വേണ്ടി ചെയ്ത് കൂട്ടിയൊക്കെയത്. ഒരുപാട് സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. പഴയ സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ ഓരോരുത്തർ തന്നതാണ്, അവരുടെയൊക്കെയാണ് പേര് എഴുതി വെച്ചേക്കുന്നത്. അവർ തന്നവരുടെ ആയതുകൊണ്ട് എഴുതി വെച്ചത്. ഇത് പഴയ ബുക്കായതുകൊണ്ട് ഇതൊക്കെ വിട്ടുപോയി, എല്ലാം വിട്ട് കിടക്കുക. പക്ഷെ അതൊക്കെ എൻ്റെ കൂടെ മെമ്മറീസ് ആയിട്ട് കാണും. ഇതൊക്കെ മൊത്തം സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ. മൈ കളക്ഷൻ ബുക്ക്. ഇത് ഇങ്ങനത്തെ കുറച്ച് ഒരു തൂവല്, ഇതൊക്കെയാണ് ഇതിലുള്ളത്. സ്റ്റാൾട്ടി കാര്യങ്ങളുണ്ട് ഗൈസ്. കളിക്കുടുക്കയുടെ കൂടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതിൽ ആന മൂവ് ചെയ്യുന്നത് ഇതിങ്ങനെ നീക്കുമ്പോൾ കാണാൻ പറ്റും. കണ്ടോ? ഇത് ഇങ്ങനെയാണ് ആന മൂവ് ചെയ്യുന്നത്. ആണ് എൻ്റെ കിൻഡർ ജോയ് കളക്ഷൻസ്. ഇതിൽ ഒരുപാടുണ്ട്, ഇപ്പോഴുള്ളതും ഉണ്ട്, എല്ലാം ഉണ്ട്. ഇതിനകത്ത് പഴയതൊക്കെയാണ്. ഇത് ഈ ഇടയ്ക്ക് കിട്ടിയൊക്കെ ഹാരി പോട്ടർ എഡിഷൻസ് ഒക്കെ ഉണ്ട്. എല്ലാവരും എനിക്ക് കിട്ടിയിട്ടുണ്ട്. കാണിക്കാന്ന് പറഞ്ഞാൽ ഇത് എനിക്കൊന്നൊരു 2014-15 ആ ടൈമിലെങ്ങാണ്ടുള്ളൊരു കളക്ഷനാണ് കേട്ടോ. ഒരു ഇത്രയും വലിയ ബാർബിയാണ്. ഇതിൻ്റെ തന്നെ സെയിം എനിക്ക് കിട്ടിയതെന്ന് വെച്ചാൽ അത് ഇത്രേ ഉള്ളൂ. അതെൻ്റെ കസിൻ്റെ കയ്യിലാണ്. അത് കഴിഞ്ഞിട്ട് കിട്ടിയതാണ്. ഇതും ആ സമയത്ത് തന്നെ ഒരു 2016 ടൈമായിരിക്കും. നമുക്ക് വ്യത്യാസം നോക്കുക. കിൻഡർ ജോയിൽ പെട്ടെന്നാണ് ഒരു കുറച്ച് കളഞ്ഞത് വലിപ്പവും കാര്യങ്ങളൊക്കെ. ഇത് ഇപ്പോഴത്തെ ഈ ടൈമിൻ്റെ മോഡലൊക്കെ. ഇതൊക്കെ അതിൻ്റെ പകുതിയേ ഉള്ളൂ. കണ്ടോ വ്യത്യാസം കണ്ടോ കിൻഡർ ജോയുടെ വലിപ്പത്തിൻ്റെയൊക്കെ. ഇതൊക്കെ അങ്ങനത്തെ കുറേ കളക്ഷൻസും കാര്യങ്ങളൊക്കെയാണ്. ഇതെല്ലാം മറിച്ചിട്ട് കാണിക്കാൻ പഴയതൊക്കെ ഉണ്ട്. ഇതെല്ലാം ഇനി മറിച്ചിട്ട് കഴിഞ്ഞാൽ ഇരട്ടി പണിയാണ്. പിന്നെ വീഡിയോ ഭയങ്കര ലെന്തിയായി. ഇത്രയാണുള്ളത്. പണ്ടത്തെ കുറേ കളക്ഷൻസാണ് ഇതൊക്കെ. പഴയ കാലത്ത് കുറേ സ്മൈലികളും കാര്യങ്ങളൊക്കെ ആ സമയത്തൊക്കെ ഇത് ട്രെൻഡായിരുന്നു പറഞ്ഞാൽ വാങ്ങിച്ചു വെച്ചതൊക്കെ. ക്യൂട്ടായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെയാണ്. ആർക്കൊക്കെ ഇങ്ങനെ ടേപ്പിൻ്റെ കളക്ഷൻ നടത്തുന്നു. ഇതൊക്കെ ക്യൂട്ടായിട്ടുള്ള കുറേ ടേപ്പും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ വാങ്ങിച്ചു വെച്ചത്. പിന്നെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാനൊരു BTS ഫാനാണ്. അപ്പം ഇതൊക്കെ അവരുടെ ഒഫീഷ്യൽ ആൽബങ്ങളാണ്. 9 ആൽബംസ് ഉണ്ട്. ഇനിയും വാങ്ങിക്കണം. അപ്പോൾ അങ്ങനെ ഇതൊക്കെ അൺഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങളൊക്കെ. ഒന്നും ഒഫീഷ്യലല്ല, ഇത് മാത്രമേ ഉള്ളൂ ഇത്ര ഒഫീഷ്യലായിട്ടുള്ള കേട്ടോ. ഇതൊക്കെ അല്ലാതെ കുറച്ച് കാര്യങ്ങൾ. ഇതൊക്കെ എനിക്ക് എൻ്റെ ബർത്ത്ഡേക്ക് എൻ്റെ റൂംമേറ്റ്സ് തന്നെയായിരുന്നു ഹോസ്റ്റലിൽ. അല്ലാതെ പിന്നെ അല്ലാതെ കുറച്ച് കിച്ചൻസും കാര്യങ്ങളും. ഇത് നേരത്തെ പറഞ്ഞു. പിന്നെ ഇതിലും കുറച്ച് BTSൻ്റെ കിച്ചൻസ് ഒക്കെ കേട്ടോ. BTSൻ്റെ കിച്ചൻസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത്. പിന്നെ ഞാൻ ഇതുപോലെ കുറച്ച് ജേർണൽസൊക്കെ ചെയ്യും. അപ്പോൾ അതിനുവേണ്ടിയുള്ള കുറച്ച് സ്റ്റിക്കേഴ്സും പ്രിൻ്റ് എടുത്തതും അതൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. അതൊക്കെ ഒരു ദിവസം അല്ലാതെ ഞാൻ വീഡിയോ ഇടാം ഇതിൻ്റെ. പിന്നെ ഇതിൽ കുറേ BTSൻ്റെ ഫോട്ടോസാണ്. എനിക്കൊന്നൊരു 200-300 ഫോട്ടോസ് ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ കുറച്ച് സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ. ഇതിനകത്തൊക്കെ നിറയെ ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് നിറയെ. പിന്നെ അത് അവരുടെ ഒരു ബാഗുകളാണ്. അവരുടെ BT21 എന്ന് പറയും. അതിനായിട്ട് ബന്ധപ്പെട്ടുള്ള അവരുടെ 7 പേരുടെയും ബാഗുകൾ. അവരുടെ ഒരു ഫോട്ടോ നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഇത് അവരുടെ റൂമിൽ ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ അതേ സെയിം ഒരെണ്ണം ഞാനും ഓർഡർ ചെയ്തു. ഒരു ക്യൂട്ടായിട്ടുള്ള സോക്സാണ്. എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞില്ല, ഭൂട്ടാനിൽ. അവൾ വാങ്ങി തന്നെ, അവൾ കൊണ്ട് തന്നെ. എനിക്ക് പോയി ഇടാനും തോന്നില്ല, ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി. ഓൾസോ ഞാനൊരു സ്നൂപ്പി ഫാനാണ്. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് സ്നൂപ്പി. പിന്നെ സ്നൂപ്പിയുടെ ഒരു കിച്ചൺ അല്ലാതെ ഉണ്ട്. സ്വന്തമായിട്ട് ചെയ്ത ഒരു 2 പിന്നാണ്. അത് വേറെ എന്തോ ആയിരുന്നു അതിൽ ഫോട്ടോ. അപ്പോൾ അതിനകത്ത് ഞാൻ ഒട്ടിച്ച് വേറൊരു മോഡലാക്കി BTSൻ്റെ ടൈപ്പ് പിന്നാക്കി എടുത്തതിലുണ്ട്. ഇതിൻ്റെ അകത്തോട്ടൊക്കെ കുറേ സാധനങ്ങൾ ഇരിപ്പുണ്ട് BTSൻ്റെ. അങ്ങനെ കുറച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഒഫീഷ്യലായിട്ടുള്ളവരുടെ ഫോട്ടോ കാർഡും കാര്യങ്ങളാണ് ഈ ഒരു ബുക്കിൽ. അവരുടെ ഒഫീഷ്യലായിട്ടുള്ള ഫോട്ടോ കാർഡും കാര്യങ്ങളൊക്കെയാണ്. കണ്ടോ? ഇതിൻ്റെ അകത്തൊക്കെ ഒഫീഷ്യലായിട്ടുള്ള
കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ആൽബത്തിലൂടെ കിട്ടുന്നതാണ് എനിക്ക്. ഇതൊക്കെ അങ്ങനെയുള്ള ഇതൊക്കെയായിരുന്നു ഞാൻ നൊസ്റ്റാൾജിക്കായിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ. എത്ര പേർക്ക് ഓർമ്മയുണ്ടെന്ന് ഒന്നും അറിയില്ല. എനിവേ എനിക്കിതൊക്കെ നൊസ്റ്റാൾജിക്കാണ്. അതുപോലെ തന്നെ കുറേ മെമ്മറീസ് ഉണ്ട് എനിക്ക് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇതായിരുന്നു സെക്കൻഡ് പാർട്ട് ഞാൻ കാണിക്കായിരുന്നത്. അത് കുറച്ച് എൻ്റെ കളക്ഷൻസ് കാര്യങ്ങളൊക്കെ എല്ലാവരും അതൊക്കെ കണ്ട് ഒരുപാട് മെമ്മറീസൊക്കെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ ഹാപ്പി ആണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും കണ്ട് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക മാക്സിമം. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ളതൊന്ന് എഴുതിയിടുക. സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അവർക്കൊക്കെ ഇതുപോലെ നിറയെ നൊസ്റ്റാൾജിക്കായിട്ടുള്ള എന്തെങ്കിലും ഇതിലുണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് കാണട്ടെ. അവർക്കൊക്കെ നൊസ്റ്റാൾജിക്കായിട്ടുള്ള കുറച്ച് മെമ്മറീസൊക്കെ വരട്ടെ. ഇത് ഷെയർ ചെയ്യുക മാക്സിമം. സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പം ഞാൻ നിർത്തുക ഈ വീഡിയോ. ഐ ഹോപ്പ് എല്ലാവരും എൻ്റെ വീഡിയോ ഒരുപാട് എൻജോയ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ ഉള്ളായിരുന്നു എൻ്റെ കുറച്ച് കുട്ടി കളക്ഷൻസും കാര്യങ്ങളൊക്കെ. ഇതുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുക. അപ്പോൾ ബൈ ബൈ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.